ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മുമ്പ് ഓഗസ്റ്റ് 15 പോസ്റ്റ് ചെയ്തതാണ്, ദേശരംഗീല എന്ന സോങ്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിപ്പബ്ലിക് ഡേക്ക് എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ആദ്യം മ്യൂസിക് പോർഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക, തിരിഞ്ഞു നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നിൽക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ കാലിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇവിടെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഈ കാല് അമർത്തി തറയിൽ വെക്കുക. അപ്പോൾ ഈ കാല് വിരലുകളിൽ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ 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 ജസ്റ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി വരിക. അത്ര ചെയ്യാനുള്ളൂ. അപ്പം നമ്മൾ രണ്ട് കൈ ഇവിടെ പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ തോളുകളും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചലിപ്പിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ തിരിഞ്ഞിങ്ങ് വന്നതിന് ശേഷം ഉള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നുമില്ല, ഓ ആ ഒരു മ്യൂസിക്കാണ് വരുന്നത്. അപ്പം നമ്മളിത് കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് അത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോവാം. ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ നടന്നു പോയാൽ മതി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ, ഇങ്ങനെ ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സിമ്പിൾ സ്റ്റെപ്സിൽ കാണിച്ചു തന്ന സ്റ്റെപ്പാണ്. കാലിൻ്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം, ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഇതാ, ലെഫ്റ്റ് കാല് മുമ്പിൽ വെക്കുക, റൈറ്റ് കാല് അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് വെക്കുക. ഈ മടമ്പിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് കണക്കായിട്ട് വെക്കുക. പക്ഷേ ജസ്റ്റ് ചെറുതായിട്ട് അകലത്തിൽ വെക്കുക, അടുപ്പിച്ച് വെക്കരുത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഈ ഒരു സോങ്ങിൽ മുക്കാ ഭാഗത്തോളം സ്റ്റെപ്സും വരുന്നത് ഈ ഒരു കാലിൻ്റെ സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് മെയിൻ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ആദ്യം തന്നെ എന്താ പറയുക, ലെഫ്റ്റ് കാല് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട്, ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക, വിരലുകളിൽ കുത്തി വെക്കുക. റൈറ്റ് കാല് അമർത്തിയിട്ട് വെക്കുക, നിലത്ത് പ്രസ് ചെയ്തിട്ട് തന്നെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഈ കാല് ഉയർത്തുമ്പോൾ ഈ കാല് തറയിലുണ്ടാവും, ഈ കാല് തറയിൽ വെക്കുമ്പോൾ ഈ കാല് ഉയർത്തുക. അങ്ങനെ അങ്ങനെ ചെയ്യുക. ആദ്യം നമ്മൾ മെല്ലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ കൈയുടെ സ്റ്റെപ്പ് എന്താ, കൈയുടെ സ്റ്റെപ്പ് സിമ്പിളാണ്. ജസ്റ്റ് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. നമ്മൾ ചെറുതായിട്ടൊന്ന് കുനിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് കൈകളും ഇതേ ഇവിടെ വന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന പോലെ, ഒരുപാടങ്ങ് ക്രോസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇങ്ങനെ 4 പ്രാവശ്യം ചെയ്യാം. 1 2 3 4. അതിനുശേഷം ഇങ്ങനെ ചെയ്യാം. സെയിം സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷെ നമ്മൾ ആ കാല് വെച്ചിട്ട് കറങ്ങി വരിക. കറങ്ങി വരുമ്പോൾ ഇതാ ഈ കാല് നമ്മൾ ജസ്റ്റ് നമ്മുടെ റൈറ്റ് കാല് നീക്കി കൊടുത്താൽ മതി. അപ്പം നമ്മൾ കറങ്ങി ഇങ്ങ് വരും. അപ്പം കൈ ഒന്നുമില്ല, കൈ ജസ്റ്റ് ഇങ്ങനെ വെക്കുകയേ വേണ്ടൂ. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്ന് കറങ്ങി വന്നിട്ട് മുമ്പിൽ വന്നിട്ടും ജസ്റ്റ് 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ആ മ്യൂസിക് പോർഷൻ അവിടെ തീരും. നമ്മൾ സോങ്ങിൻ്റെ വരികൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് കാലിൻ്റെ സ്റ്റെപ്പ് ആദ്യം നോക്കാം. കാലിൻ്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വയ്ക്കുക. 1, പിന്നെ 2, പിന്നെ ബാക്കിൽ വയ്ക്കുക. 3, പിന്നെ 4, പിന്നെ തിരിച്ചു വയ്ക്കുക. ഇങ്ങനെയാണ് 1 2 3 4. ഇങ്ങനെ വെച്ചാൽ മതി. കൈയുടെ സ്റ്റെപ്പ്, കൈക്ക് സ്റ്റെപ്പ് ഒന്നുമില്ല. നമ്മളിത് ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 1 2 3 4 ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുനിഞ്ഞു കൊടുക്കുക. കൈയുടെ സ്റ്റെപ്പ് ഇതേ ഇങ്ങനെ 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 കാണിക്കുക. അപ്പോൾ ഞാൻ ആ പാട്ട് പാടിയിട്ട് ചെറുതായിട്ടൊന്ന് കാണിക്കാം. അങ്ങനെ വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്പാണ്. അപ്പം നമ്മുടെ കാലിൻ്റെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഞാൻ പറഞ്ഞല്ലോ മുക്കാ ഭാഗത്തോളം കാലിൻ്റെ സ്റ്റെപ്പ് വരുന്നത് സെയിം സ്റ്റെപ്പാണ്. അപ്പോൾ ഇതാ കാലിങ്ങനെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. ജസ്റ്റ് ഇതേ ഇങ്ങനെ കാണിച്ചാൽ മതി.
ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ കാണിച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരാം, ആദ്യം മുകളിൽ കൊണ്ടുവരാം, എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ തെറിപ്പിക്കും പോലെ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരിക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ 2 കൈയും തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക, കുടം പിടിക്കണ പോലെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ കറക്കണ പോലെ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പം നമ്മൾ അതിനനുസരിച്ച് തന്നെ കാല് വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു കൊടുക്കുക. അപ്പൊ കാലിന്റെ സ്റ്റെപ്പ് ഇതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ഇങ്ങനെ പോയില്ലേ, സ്പീഡിൽ പോയില്ലേ, അപ്പൊ അത് നമ്മൾ സ്ലോലി ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ട് സ്ലോലി ചെയ്യാം. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. എളുപ്പമല്ലേ എല്ലാ സ്റ്റെപ്പും? അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മ്യൂസിക്കും പാട്ടുകളൊക്കെ. പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടായിരിക്കും, ഫേമസ് പാട്ടാണ്. ഇനി അറിയാത്തവർക്കാണെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. ആദ്യം നമ്മൾ റൈറ്റ് കൈ എടുത്ത് ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. പിന്നെ റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് ലെഫ്റ്റ് കൈ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം 2 കൈ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. പിന്നെയുള്ള സ്റ്റെപ്പാണ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. എന്ന് വെച്ചാൽ നദി ഒഴുകും പോലെ. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണിക്കാം. അപ്പൊ കാല് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ലെഫ്റ്റ് സൈഡിൽ കാണിക്കുമ്പോൾ റൈറ്റ് കാല് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നദി ഒഴുകും പോലെ കാണിക്കുക. അതിനുശേഷം റൈറ്റ് സൈഡ് കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് കാല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് കൈ ഇങ്ങനെ വെക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇതിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പാണ് വരാൻ പോകുന്നത്. ദേശ് രംഗീല രംഗീല ദേശ് മേരാ രംഗീല, ആ സ്റ്റെപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിപ്പോൾ സോങ്ങിൽ കാജൽ കളിച്ച സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് തന്നെ പഠിക്കാം. അതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് വരിക. അപ്പോൾ അതിന്റെ കാലുകൾ ഞാൻ ആദ്യം കാണിച്ചു തരാം. കാലുകൾ വരുന്നത് അത് നമ്മളിങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ലെഫ്റ്റ് കാലെടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വെക്കുക. എടുത്ത് വെക്കണേ, ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലെഫ്റ്റ് കാല് റൈറ്റ് കാലിനോട് ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഉയർത്തി വെക്കുക. എന്നിട്ട് റൈറ്റ് കാലെടുത്ത് അതിനോട് ചേർത്ത് വെക്കുക. ഇതാണ് കാലിന്റെ സ്റ്റെപ്പ് വരുന്നത്. കൈയുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. ദേശ് രംഗീല രംഗീല, പിന്നെ ദേശ് മേരാ രംഗീല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. റൈറ്റ് സൈഡിലേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് കൈ കുറച്ച് നീട്ടി പിടിക്കുക, ലെഫ്റ്റ് കൈ ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ കാണിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് നോക്കേണ്ടത്. കാല് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ, സെയിം സ്റ്റെപ്പാണ്. നമ്മൾ നേരത്തെ കളിച്ച സെയിം സ്റ്റെപ്പ് തന്നെയാണ് കാലിന്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുക, ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ലൈനും ദേശ് രംഗീല എന്ന് തന്നെയാണ് വരുന്നത്. അതും ആ പാട്ടിലെ സിഗ്നേച്ചർ സ്റ്റെപ്പ് തന്നെയാണ്. ജസ്റ്റ് ഇതാ 1 2 3 4 ഇങ്ങനെ ചെയ്യാൻ മതി. കാല് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മുമ്പിൽ കാലെടുത്ത് വയ്ക്കുക, പിന്നെ ബാക്കിൽ വയ്ക്കുക, മുമ്പിൽ വയ്ക്കുക, ബാക്കിൽ വയ്ക്കുക. മുമ്പിൽ കാലെടുത്ത് വെക്കുമ്പോൾ മടമ്പിൽ കുത്തി നിർത്തിയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ കൈ എന്താ, ആദ്യം നമ്മൾ കാല് മുമ്പിലെടുത്ത് വെക്കുമ്പോൾ കൈയെടുത്ത് ഇവിടെ വെക്കുക, പിന്നെ അത് തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാം, പിന്നെ വീണ്ടും ഇങ്ങനെ എടുത്ത് വെക്കുക, തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാം. മനസ്സിലായോ? ദേശ് രംഗീല രംഗീല ദേശ് മേരാ രംഗീല. ജസ്റ്റ് ഇങ്ങനെ തൊഴുത് പിടിക്കുക. എന്നിട്ട് നേരത്തെ കാണിച്ച സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് തന്നെ ചെയ്യാം. ജസ്റ്റ് അപ്പം നമ്മൾ കൈ ഇങ്ങനെ ആക്കി കൊടുക്കണേ. ജസ്റ്റ് ഇങ്ങനെ മുമ്പോട്ടേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യാം.
ഇത്രയേ ഉള്ളൂ ആ സ്റ്റെപ്പ്. എളുപ്പമാണ്, കാണുമ്പോൾ നമുക്ക് ആ സോങ്ങിൽ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പായിട്ട് തോന്നും, പക്ഷെ ഇത് പഠിക്കുമ്പോൾ എളുപ്പമാണ് സ്റ്റെപ്പ്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് വരും നമുക്ക് ഇനി വരുന്നത് മ്യൂസിക് പോർഷൻസ് ആണ്. കുറച്ച് ലെങ്ത് ആയിട്ട് മ്യൂസിക് പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. കാണുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. സിമ്പിൾ സ്റ്റെപ്പുകളാണ് ഞാൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ബല്ലേ ബല്ലേ കളിക്കുന്ന പോലെയാണ് അത് കളിക്കേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു തരത്തിലുള്ള മ്യൂസിക്കാണ് അതിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് കാല് നമ്മൾ റൈറ്റ് കാല് ലെഫ്റ്റിലെടുത്ത് വെക്കുക, തിരിച്ചു കൊണ്ടുവരും, ലെഫ്റ്റിലെടുത്ത് വെക്കുക, തിരിച്ചു കൊണ്ടുവരും. അത്രയേ ഉള്ളൂ. കൈ രണ്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതി. എന്നിട്ട് അതിന് ശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാലിൻ്റെ സ്റ്റെപ്പ്. എന്നത്തെയും പോലെ സെയിം സ്റ്റെപ്പാണ്. കൈ മാത്രം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണേ. വീഡിയോ കണ്ടു നോക്കിയാൽ നല്ല നിങ്ങൾക്ക് ആ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവില്ല. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു ഭരതനാട്യം പോലത്തെ ഒരു മ്യൂസിക്കിൽ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പിലുള്ള ഒരു സ്റ്റെപ്പ് ഇടാം. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കാലിതേ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അരമണ്ഡലത്തിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 3 വിരൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴേക്ക് കൊണ്ടുവരിക, തിരിച്ചിവിടെ കൊണ്ടുവരിക, മുകളിലേക്ക് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, വീണ്ടും താഴേക്ക് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, മുകളിലേക്ക് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. താഴേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ അളപത്മത്ത് പിടിക്കുക, മുകളിലേക്ക് പോകുമ്പോഴും അളപത്മത്ത് പിടിക്കുക, തിരിച്ചിവിടെ വരുമ്പോൾ ഇങ്ങനെ തന്നെ പിടിക്കുക. അപ്പൊ കാല് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കാല് നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഉയർത്തിയിട്ടും താഴ്ത്തിയിട്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. താഴേക്ക് പോകുമ്പോൾ ഉയർത്തുക, തിരിച്ചു വരുമ്പോൾ അതുപോലെ വെക്കുക, മുകളിലേക്ക് പോകുമ്പോഴും ഉയർത്തുക, തിരിച്ചു വരുമ്പോൾ അതുപോലെ വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ അരമണ്ടലിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അപ്പം എന്താ പറയുക, ആദ്യം റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ റൈറ്റ് കാല് ഇങ്ങനെ വെക്കുക, മടമ്പിൽ കുത്തിയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ റൈറ്റ് കൈ താഴെ, ലെഫ്റ്റ് കൈ മുകളിൽ, പിന്നെ തിരിച്ചു കൊണ്ടുവരിക, കാലും തിരിച്ചു കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റിൽ ചെയ്യുക, ലെഫ്റ്റ് കാല് ഇങ്ങനെ നീട്ടി വെക്കുക, ലെഫ്റ്റ് കൈ താഴെയും റൈറ്റ് കൈ മുകളിലായിട്ട് പിടിക്കുക, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരിക. പിന്നെ ഉള്ളത് നമ്മൾ 4 പ്രാവശ്യം ഒന്ന് കറങ്ങണം. ജസ്റ്റ് ഇതാ 1 2 3 4 4 പ്രാവശ്യം ഒന്ന് കറങ്ങുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ 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 ചെയ്യാം. കാലിൻ്റെ സ്റ്റെപ്പ് സെയിം തന്നെയാണ്. ഇതന്നെയാണ് ഞാൻ ചെയ്തത്. അത് നമ്മൾ ഒരു കൈ ഇവിടെയും ഒരു കൈ തലയിലും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. 4 പ്രാവശ്യം കറങ്ങിയതിന് ശേഷമാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ചില ആൾക്കാർക്ക് കറങ്ങാൻ 4 പ്രാവശ്യം കറങ്ങാന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആദ്യം 2 പ്രാവശ്യം കറങ്ങി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ അത് ഈസി ആയിക്കോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ വരുന്ന സ്റ്റെപ്പും ഇത് തന്നെയാണ്. പിന്നെ ഇങ്ങനെ കളിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഇങ്ങനെയല്ലേ കളിച്ചേ, അതിന് പകരം ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ 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 ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു മ്യൂസിക് പോർഷൻ അവിടെ തീരും. വലിയൊരു മ്യൂസിക് പോർഷൻ ആയിപ്പോയി. അപ്പൊ നമുക്ക് വീണ്ടും ലൈൻസ് തുടങ്ങാണ്. അതിന്റെ സ്റ്റെപ്സുകൾ നോക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യാം, ലെഫ്റ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നിൽക്കാം. എന്നിട്ട് ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ജസ്റ്റ് തിരിഞ്ഞു നിന്നിട്ട് ഈ 2 കൈ ഉണ്ടല്ലോ, ഒരു കൈ ഇവിടെ വെക്കുക, ഒരു കൈ ഇവിടെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ 1 2 3 1 2 3 ഇങ്ങനെ എന്താ പറയാ, കൈ ഇങ്ങനെ നിർത്തി നിർത്തി കൊണ്ടുവരണം. അത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കരുത്. അപ്പൊ ആ ഒരു ഫ്ലോ എന്താ പറയാ, ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് പിന്നെ ജസ്റ്റ് 1 2 ഇങ്ങനെ ചെയ്യാം. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ എന്താ ലെഫ്റ്റ് സൈഡിലേക്ക് 2 കൈ ഒന്നിങ്ങനെ വെക്കുക.
ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങുക. എന്നിട്ട് 2 3 മനസ്സിലായോ? കൈയും ഇങ്ങനെ ഒന്ന് വെക്കുക. ലെഫ്റ്റ് സൈഡിലാണ്, അപ്പൊ ലെഫ്റ്റ് കൈ മുകളിൽ വെക്കുക, റൈറ്റ് കൈ താഴെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഒന്നിങ്ങനെ കറക്കുക. അപ്പൊ നമ്മളും അതിന്റെ കൂടെ ഒന്ന് കറങ്ങാം. ഇങ്ങനെ വെച്ചിട്ട് ഇത് കറക്കുന്ന പോലെ നമ്മളും ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോ എന്ത് ചെയ്യണം? ലെഫ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവണം, റൈറ്റ് കൈ നമ്മുടെ തലയിൽ മുകളിലായിട്ടും ഉണ്ടാവണം. എന്നിട്ട് അവിടുന്ന് 1 2 3 കാലിന്റെ സ്റ്റെപ്പ് സെയിം തന്നെയാണ്. 1 2 3 ഒന്നുമില്ല. ഇങ്ങനെ വെക്കുക, കൈ തിരിയുമ്പോ നമ്മളും കറങ്ങുക. 1 2 3 ചെയ്യാം. സ്റ്റെപ്പാണ്. ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. നമ്മൾ കാലിന്റെ സ്റ്റെപ്പ് നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം സ്റ്റെപ്പാണ്. അപ്പൊ കൈയുടെ സ്റ്റെപ്പ് മാത്രം നോക്കിയാൽ മതി. കൈയുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ 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 ചെയ്യാം. ഇങ്ങനെ കയ്യെ ഇങ്ങനെ വളച്ച് വളച്ച് മുകളിലേക്ക് കൊണ്ടുവരിക. അതിന് താഴേന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വളച്ച് ക്രോസ് ചെയ്ത് ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുക, ഈ കൈ ഇവിടെ ഇങ്ങനെ വെക്കുക, ഈ കൈ ഇവിടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. കാലിന്റെ സ്റ്റെപ്പ് സെയിം തന്നെയാണ്. നമ്മളിതാ ഈ കൈ ഇവിടെ ഈ കൈ ഇവിടെ വെച്ചിട്ട് ഈ ഹിപ്പ് ഒന്ന് അനക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയാൽ മതി. ഹിപ്പ് ഒന്ന് അനക്കി കൊടുത്തിട്ട് കറങ്ങിയാൽ മതി. നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ, അതിന് പകരം നമ്മൾ ഇതാ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കറങ്ങി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഇങ്ങനെ കറങ്ങുക. പക്ഷെ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് 1 2 3 4 കാല് മാത്രം ഒന്ന് കാണിച്ചു തരാം ഞാൻ. 1 2 പിന്നെ 3 4 ഇങ്ങനെ കളിക്കുക. ജസ്റ്റ് ചെറുതായിട്ട് ആദ്യം ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാൽ ചെറുതായിട്ട് 1 2 ഇങ്ങനെ ചെറുതായിട്ടുള്ള മൂവ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ചെറുതായിട്ട് കൊടുക്കുക. 1 2 ഇങ്ങനെ കൊടുക്കുക. പിന്നെ റൈറ്റ് 1 2 ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ഈ എന്താ പറയാ, ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാല് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം റൈറ്റ് കാല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് കാല് 2 സ്റ്റെപ്പ് മെല്ലെ വെച്ചതിന് ശേഷം ലെഫ്റ്റ് കാല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അപ്പൊ കൈയുടെ സ്റ്റെപ്പ് നോക്കാം. കൈയുടെ സ്റ്റെപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ആക്കി ഇങ്ങനെ ചെയ്യേ വേണ്ടു. ജസ്റ്റ് 1 2 3 4 എന്നിട്ട് കറങ്ങുക. മുകളിലേക്ക് കൈ ഇങ്ങനെ ഉയർത്തി വെക്കുക. പിന്നെ വീണ്ടും സെയിം ലൈൻസ് ആവർത്തിക്കുകയാണ്. ദേശ് രംഗീല രംഗീല ദേശ് മേരാ രംഗീല. അത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഇവിടെയും ആ സെയിം സ്റ്റെപ്പ് തന്നെ കളിച്ചാൽ മതി, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതിനുശേഷം വരുന്നതാണ് വീണ്ടും നമ്മുടെ ഫസ്റ്റ് ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ ഞാൻ ചെറുതായിട്ട് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ കളിച്ച സെയിം സ്റ്റെപ്പ് തന്നെ കളിച്ചാൽ മതി, മാറ്റി കളിക്കണമെന്നൊന്നുമില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നുമില്ല. 1 2 3 4 ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോള് നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് കാണിച്ചത്. അതിന് പകരമായിട്ട് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. പിന്നെ നമ്മൾ ഏതാ കണ്ടേ, അത് ഞാൻ നേരത്തെ കറങ്ങിയിട്ടാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് പോർഷനിൽ കറങ്ങുന്നില്ല, ജസ്റ്റ് നിന്നെടുത്തുനിന്ന് തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അത് കെട്ടണ പോലെ കാണിക്കുക ചെയ്യുന്നത്. അങ്ങനെ കാണിക്കുന്നത്. പിന്നെ അത് തന്നെ പിന്നെ നദി, നമ്മൾ നേരത്തെ നദി ഇങ്ങനെയാണ് കാണിച്ചത്. കാലിന്റെ സ്റ്റെപ്പ് സെയിം തന്നെയാണ്. 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് കാല് വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സൈഡിലോട്ട് പോവാം. അങ്ങനെ ചെയ്യാം. അപ്പൊ കൈ നമുക്ക് ഇതാ 2 കൈയും ഇങ്ങനെ വെക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഒഴുക്കണ പോലെ കാണിക്കാം. കൈ ഇങ്ങനെ ഒന്ന് ഒഴുക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ സ്റ്റെപ്പ് തന്നെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ വീണ്ടും നമ്മുടെ ആ ലൈൻ ആവർത്തിക്കാണ്. ദേശ് രംഗീല രംഗീല
അതിൽ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. പക്ഷെ അതിന് കഴിഞ്ഞതിന് ശേഷം സ്പീഡിൽ വരുന്ന ഒരു മ്യൂസിക് വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഓ ഒന്നിച്ചൊരു വരിയാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാ, 2 പ്രാവശ്യം കറങ്ങുക. എന്നിട്ട് എന്ന് കളിക്കാം. ഒന്നുമില്ല, റൈറ്റ് സൈഡ് തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് ആദ്യം റൈറ്റ് കാലെടുത്ത് ഇങ്ങനെ വെക്കുക. അപ്പൊ ലെഫ്റ്റ് കാല് ഉയർത്തുക. പിന്നെ ലെഫ്റ്റ് കാല് താഴെ വെക്കുമ്പോൾ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കുക. ലെഫ്റ്റ് കാല് ഉയർത്തുക. റൈറ്റ് കാലെടുത്ത് മുമ്പിൽ വെക്കുക. ലെഫ്റ്റ് കാല് ഉയർത്തുക. ലെഫ്റ്റ് കാല് താഴെ വെക്കുമ്പോൾ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കുക. മനസ്സിലായോ? ഇങ്ങനെ 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 കാണിച്ചാൽ മതി. 1 2 3 4 ഇങ്ങനെ കളിക്കേണ്ടത്. അത് കുറച്ചധികം സമയം കുറച്ച് സ്പീഡിൽ ചെയ്യേണ്ട മൂവ്മെന്റ് ആണ്. നിങ്ങൾ ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിനുശേഷം വരുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുവരിക. ഒന്നുമില്ല, കാലിന്റെ സ്റ്റെപ്പ് സെയിം തന്നെയാണ്. കൈയുടെ സ്റ്റെപ്പ് ലെഫ്റ്റ് കൈ ഇങ്ങനെ പിടിക്കുക, റൈറ്റ് കൈ അതിനെ പുറകിലായിട്ട് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ 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 ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ കാലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ മറ്റേ സ്റ്റെപ്പില്ലേ, അത് സ്പീഡിൽ ചെയ്യാം. ആ മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്യാം. മറ്റേ സ്റ്റെപ്പ് ചെയ്യണ്ട. ഈ ഒരു സ്റ്റെപ്പിലെ ലാസ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്യാം. എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കറങ്ങിയാൽ മതി. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പോണ്ട കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ തൊഴുത് പിടിച്ചിട്ട് ഒന്ന് കറങ്ങിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മുടെ ആ ജയ ഹേ എന്നുള്ള മ്യൂസിക് ആണ് വരുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, തൊഴുത് പിടിക്കുക. ആദ്യം റൈറ്റ് സൈഡിലേക്ക് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് കാലിലേക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇരിക്കുക. ലെഫ്റ്റ് കാല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. റൈറ്റ് സൈഡിലേക്ക് തൊഴുത് പിടിക്കുക. അതിനുശേഷം നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. അപ്പൊ ലെഫ്റ്റ് കാല് ചെറുതായിട്ട് ഇരിക്കുക. നമ്മുടെ റൈറ്റ് കാല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് എടുക്കുക, ഇങ്ങനെ കൊണ്ടുവരിക, മുകളിലേക്ക് പോവുക, ഒന്ന് കറങ്ങുക, എന്നിട്ട് താഴെ കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഹിന്ദി സോങ് ആയിട്ട് നമ്മൾ മലയാളികൾ അധികം പരിചയം ഉണ്ടാവില്ല ചിലപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയും കാണുക, അതുപോലെ ട്യൂട്ടോറിയലും കാണുക. രണ്ടും കൂടി കണ്ടിട്ട് പഠിക്കാം. നമ്മളിപ്പോഴും മലയാളം മാത്രം പഠിച്ചാൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി സോങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇനി മുതൽ എല്ലാം കൂടി പഠിക്കാം. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ റിപ്പബ്ലിക് ഡേയിൽ നിങ്ങൾ ഈ ഡാൻസ് എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേജിലോ കാര്യങ്ങളിലോ ആയിട്ട് കളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.